Hello, good morning. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ AC പവർ സപ്ലൈ സ്കീംസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് സിംഗിൾ ഫേസും ത്രീ ഫേസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, എന്താണ് സിംഗിൾ ഫേസ് സിസ്റ്റം, അതുപോലെ തന്നെ ത്രീ ഫേസ് സിസ്റ്റം, ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കമ്പാരിസൺ ടേബിളിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് ഒരു ത്രീ ഫേസിൽ തന്നെ വരുന്ന 3 വയർ ആൻഡ് 4 വയർ സിസ്റ്റം ആണ്. എന്തിനാണ് നമ്മൾ 3 വയർ യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ 4 വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു AC പവർ സപ്ലൈ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇനി നമുക്ക് ഈ ഒരു സിംഗിൾ ഫേസ് പവർ സപ്ലൈ അതുപോലെ തന്നെ ഒരു ത്രീ ഫേസ് പവർ സപ്ലൈ തമ്മിൽ വരുന്ന ഒരു കമ്പാരിസൺ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്പാരിസൺ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സിംഗിൾ ഫേസ് സപ്ലൈ അതുപോലെ തന്നെ എന്താണ് ത്രീ ഫേസ് സപ്ലൈ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ടൈപ്പ് ഓഫ് AC പവർ സപ്ലൈ ആണ്. ഇവിടെ നമുക്ക് ഒരു ഓൺലി 1 വോൾട്ടേജ് വേവ് ഫോം മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു ഫേസ് മാത്രം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ സിംഗിൾ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും 3 വോൾട്ടേജ് വേവ് ഫോംസുകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത് ത്രീ ഫേസ് സപ്ലൈ എന്ന് പറയുന്നത്. ഇവിടെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് നമുക്ക് ആവശ്യം വരുന്നത് 2 കണ്ടക്ടേഴ്സ് വരുന്നുള്ളൂ അല്ലെ. കാരണം എന്താണ്, ഒരു ഫേസും ഒരു ന്യൂട്രലും മാത്രമേ നമുക്ക് യൂസ് ചെയ്യുന്നുള്ളൂ സിംഗിൾ ഫേസിൽ, അതുകൊണ്ട് 2 കണ്ടക്ടേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ വരും, അറ്റ്ലീസ്റ്റ് 3 കണ്ടക്ടേഴ്സ് വേണം അല്ലെ. കാരണം 3 ഫേസും ഉണ്ട്, 3 ലൈൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് 3 എങ്കിലും നമുക്ക് ഈ പറയുന്ന ത്രീ ഫേസ് സപ്ലൈയിൽ ആവശ്യം വരുന്നുണ്ട്. ഇനി നമ്പർ ഓഫ് വോൾട്ടേജ് വേവ് ഫോം എങ്ങനെയാണ്, ഇത് സിംഗിൾ ഫേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വോൾട്ടേജ് വേവ് ഫോം മാത്രമേ വരികയുള്ളൂ. എന്നാൽ ഇത് ത്രീ ഫേസ് വോൾട്ടേജ് ആയതുകൊണ്ട് നമുക്ക് 3 വോൾട്ടേജ് വേവ് ഫോംസ് ആണ് നമുക്ക് ത്രീ ഫേസ് സപ്ലൈയിൽ വരുന്നത്. ഓക്കെ, ഇനി സപ്ലൈ വോൾട്ടേജ് എങ്ങനെയായിരിക്കും നോക്കണം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 230 വോൾട്ട് മുതൽ, അതായത് +or-10 വേരിയേഷൻ നമുക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ 230 വോൾട്ട് ആണ് സിംഗിൾ ഫേസ് എന്ന് പറയുന്നത്. ത്രീ ഫേസ് എന്ന് പറയുന്നത് 440 വോൾട്ടേജ് ആണ്. അവിടെ നമുക്കൊരു +or- വേരിയേഷൻസ് നമുക്ക് വരാനുണ്ട്. ഇനി പവർ ഡെലിവേർഡ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സപ്ലൈ എന്ന് പറഞ്ഞ ഒരു പൾസേറ്റിംഗ് പവർ ആണ് നമുക്ക് സിംഗിൾ ഫേസിൽ നിന്നും കിട്ടുന്നത്. എന്നാൽ ത്രീ ഫേസിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ് കിട്ടുന്നത്. അതായത് സിംഗിൾ ഫേസിൽ നമുക്ക് വരുന്ന ആ ഒരു റിപ്പിൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 48.2% ആണ് നമുക്ക് വരുന്ന ആ ഒരു റിപ്പിൾസ് ഇൻ സിംഗിൾ ഫേസിൽ വരുന്നത്. എന്നാൽ ത്രീ ഫേസിൽ വരുന്ന ആ ഒരു റിപ്പിൾ നമുക്ക് ഏകദേശം ഒരു 4% വരുന്നുള്ളൂ. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, പൾസേറ്റിംഗ് ആണ് നമ്മുടെ സിംഗിൾ ഫേസ് എന്ന് പറയാം, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ് ത്രീ ഫേസ് പവർ ഡെലിവേർഡ് ചെയ്തിരിക്കുന്നത് പറയാം. ഓക്കെ, ഇനി പാരലൽ ഓപ്പറേഷൻ ഓഫ് ഡിഫറെന്റ് സപ്ലൈ സിസ്റ്റം എങ്ങനെയാണ്, നമുക്ക് ഈ പറയുന്ന സിംഗിൾ ഫേസിൽ അത് പോസിബിൾ അല്ല അല്ലെ. കാരണം നമുക്ക് ഒരു സിംഗിൾ ഫേസേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് പാരലൽ ഓപ്പറേഷൻ നോട്ട് പോസിബിൾ ആണ്. ഇവിടെ നമുക്ക് പാരലൽ ഓപ്പറേഷൻ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. സർക്യൂട്ട് കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ എന്താണ്, സിംഗിൾ ഫേസിന്റെ നമുക്ക് അറിയാം സിമ്പിൾ സർക്യൂട്ട് ആയിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, 3 ഫേസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി കൂടുതലാണ് ത്രീ ഫേസ് സപ്ലൈയിൽ. ഇനി പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ കമ്പാരിറ്റീവ്ലി ലെസ് പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി ആണ്. പക്ഷെ ത്രീ ഫേസിൽ നമുക്ക് ഒരു ഹൈ പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എഫിഷ്യൻസിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ലോ എഫിഷ്യൻസിയാണ് സിംഗിൾ ഫേസിൽ, ഇവിടെ ഹൈ എഫിഷ്യൻസിയാണ് നമുക്ക് ത്രീ ഫേസിൽ വരുന്നത്. കണ്ടക്ടർ സൈസ് നമുക്ക് വളരെ ലാർജ് കണ്ടക്ടർ ആണ് നമുക്ക് സിംഗിൾ ഫേസിൽ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമുക്ക് ഈ പറയുന്ന ത്രീ ഫേസ് സപ്ലൈയിൽ യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സിന് വരുന്നത്. ഓക്കെ, ഇനി സൈസ് ഓഫ് മെഷീൻസ് സെയിം റേറ്റിംഗിൽ തന്നെയാണെങ്കിലും ഇവിടെ ലാർജർ സൈസ് ആയിരിക്കും, പക്ഷെ ഇവിടെ സ്മോളർ സൈസ് ആണ് ത്രീ ഫേസിൽ വരുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് പവർ ഫെയിലിയർ വരികയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പവർ ഒന്നും ഉണ്ടാവില്ല, കാരണം ഒരേ ഒരു ഫേസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ ചാൻസസ് ഓഫ് പവർ ഫെയിലിയർ വരികയാണെങ്കിൽ തന്നെ കൂടുതലാണ് നമുക്ക് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് ടോട്ടൽ പവർ ഫെയിലിയർ ആണ് അവിടെ ഉണ്ടാകുന്നത്, ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, നമുക്ക് സെയിം റിമൈൻ ഫേസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് 1 അല്ലെങ്കിൽ 2 ഫേസ് 3 ഫേസസ് ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ഫേസ് ഫെയിലിയർ ആണെങ്കിൽ പോലും റിമൈനിങ് 2 ഫേസസ് യൂസ് ചെയ്ത് നമുക്ക് സപ്ലൈ ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രസൻസ് ഓഫ് ന്യൂട്രൽ വയർ എങ്ങനെയാണ്, സിംഗിൾ ഫേസ് പവർ സപ്ലൈക്ക് ഒരു ന്യൂട്രൽ വയർ നെസസറി ആണ്, അതൊരു റിട്ടേൺ പാത്ത് ആയിട്ടാണ്, കറന്റിനുള്ള ഒരു റിട്ടേൺ പാത്ത് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ത്രീ ഫേസ് സപ്ലൈയിൽ നമുക്ക് ന്യൂട്രൽ മേ അല്ലെങ്കിൽ മേ നോട്ട് ബി ആണ് അല്ലെ. ആ ഒരു സർക്യൂട്ട് കോൺഫിഗറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ന്യൂട്രൽ വേണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് നോക്കുന്നത്. സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ന്യൂട്രൽ വരുന്നുണ്ട്, പക്ഷെ ഡെൽറ്റ കണക്ഷനിൽ നമ്മൾ ന്യൂട്രൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ ഓഫ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഫേസ് പവർ സപ്ലൈ നമുക്ക് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഇൻഡക്ഷൻ മോട്ടറിലൊന്നും നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ ത്രീ ഫേസ് പവർ സപ്ലൈ എന്ത് ചെയ്യാൻ പറ്റും, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു RMF നമുക്ക് ഒരു ഇലക്ട്രിക്കൽ മെഷീൻസിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ പറയുന്ന ഒരു ത്രീ ഫേസ് സപ്ലൈ എന്ന് പറയുന്നത്.
നോക്കുകയാണെങ്കിൽ സിംഗിൾ ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് വളരെ സ്യൂട്ടബിൾ ആണ്. എന്നാൽ നമുക്കൊരു ത്രീ ഫേസ് നമുക്കൊരു ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻസിൽ അതുപോലെ തന്നെ ഹൈ പവർ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമുക്ക് ഈ പറയുന്ന ത്രീ ഫേസ് തരുന്നത് കൂടുതൽ സ്യൂട്ടബിൾ ആണ്. കൺവേർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിംഗിൾ പവർ സപ്ലൈനെ ഒരു എക്സ്പെൻസീവ് ആണ്. നമുക്കൊരു ത്രീ ഫേസ് സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ സിംഗിൾ ഫേസ് സപ്ലൈ നമുക്ക് ഡയറക്ട്ലി നമുക്കൊരു ത്രീ ഫേസിൽ നിന്നും ഒരു സിംഗിൾ ഫേസ് സപ്ലൈ നമുക്ക് എടുത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എക്കണോമി നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കറിയാം, ലെസ് എക്കണോമിക്കൽ ഏതാണ്, സിംഗിൾ ഫേസ് ആണ്. പക്ഷെ സിംഗിൾ ഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്കണോമിക്കൽ ഹയർ ആണ് നമുക്ക് ഈ പറയുന്ന ത്രീ ഫേസ് സപ്ലൈ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ലോ പവർ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് ഹോം ഓഫീസസിലൊക്കെ നമ്മൾ സിംഗിൾ ഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ട് ഹെവി ലോഡുകൾ അതായത് ഇൻഡസ്ട്രികളൊക്കെ റൺ ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഒരു ത്രീ ഫേസ് സപ്ലൈ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ നോക്കിയത് എന്താണ്, ഇത്രയും നേരം നമ്മൾ നോക്കിയത് ആ ഒരു സിംഗിൾ ഫേസും ത്രീ ഫേസ് സിസ്റ്റം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നോക്കിയത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ ത്രീ ഫേസ് എന്താണ് സിംഗിൾ ഫേസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ത്രീ ഫേസിൽ തന്നെ വരുന്ന 4 വയറും ത്രീ വയറും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ ത്രീ ഫേസിൽ തന്നെ രണ്ട് സിസ്റ്റം അതായത് 3 വയർ വരുന്നുണ്ട് അതുപോലെ തന്നെ 4 വയറും വരുന്നുണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതുകൊണ്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി നമുക്കൊരു ത്രീ വയർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്റ്റാർ കണക്ഷൻ ന്യൂട്രൽ പോയിന്റ് ആയിരിക്കും. 3 ഫേസ് 3 വയർ ആയിരിക്കും. അതൊരു ആംഗിൾ കണക്ഷൻ മെത്തേഡ് ആണ് വരുന്നത്. ഓക്കെ, ജനറൽ ആയിട്ട് നമ്മളൊരു ഹൈ വോൾട്ടേജ് പവർ സപ്ലൈയിലാണ് ഈ ഒരു 3 ഫേസ് 3 വയർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ 3 ഫേസ് 4 വയർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സ്റ്റാർ കണക്ഷൻ ന്യൂട്രൽ പോയിന്റ് ഗ്രൗണ്ടിങ് ആണ് വരുന്നത്. ഇവിടെ എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അൺഗ്രൗണ്ടഡ് ആണ്. ഓക്കെ, നമുക്ക് ഈ 3 ഫേസ് 3 വയറിൽ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത് അൺഗ്രൗണ്ടഡ് ആണ്. ഇത് ഗ്രൗണ്ടിങ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 4 വയേഴ്സുകൾ വരുന്നുണ്ട് അല്ലെ. ഇത് കൂടുതലായിട്ടും ഒരു ലോ വോൾട്ടേജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 3 ഫേസ് 4 വയർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 3 ഫേസ് 4 വയർ എന്ന് പറയുന്നത് ഒരു ലോ വോൾട്ടേജിലും 3 ഫേസ് 3 വയർ എന്ന് പറയുന്നത് ഒരു ഹൈ വോൾട്ടേജിലുമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് 3 ഫേസ് 3 വയർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഹൈ വോൾട്ടേജ് സൈഡിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു 3 ഫേസ് സർക്യൂട്ടിൽ നമുക്ക് 3 സൈനുസോയിഡൽ പവർ സോഴ്സസ് ഉണ്ടാകും. അതെങ്ങനെയായിരിക്കും, 3ഉം സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, സെയിം ഫ്രീക്വൻസിയിലും. ആ ഒരു 2 വേവുകൾ തമ്മിലുണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എല്ലാത്തിലും അല്ലെ. അതാണ് 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 ഫേസ് സർക്യൂട്ട് എന്ന് പറയുന്നതിൽ. ഓക്കെ, അപ്പൊ അതിൽ ഇംപിഡൻസും അതുപോലെ തന്നെ ആ ഒരു ലോഡ് കണക്ട് ചെയ്തിരിക്കുന്ന തമ്മിലുള്ള ആ ഒരു പ്രോപ്പർട്ടീസും എല്ലാം തന്നെ എന്തായിരിക്കും, സെയിം ആയിരിക്കും നമുക്ക് വരുന്നത്. 3 സൈനുസോയിഡൽ വേവുകളുടെയും പ്രോപ്പർട്ടീസുകളും ഇംപിഡൻസും എല്ലാം സെയിം ആയിരിക്കും. ലോഡ് വയറും എങ്ങനെയായിരിക്കും, സിമ്മട്രിക്കൽ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ലോഡ് സിമ്മട്രി, അതായത് ലോഡ് സിമ്മട്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. ലോഡ് വയേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു 3 വയേഴ്സും സിമ്മട്രിക്കൽ ആണ്. അപ്പൊ ലോഡ് കണ്ടീഷനിൽ സിമ്മട്രി ആവുമ്പോൾ ഈ സം ഓഫ് ദ കറന്റ് ഫ്ലോയിങ് അല്ലെ, ആ ഒരു മിഡിൽ ലൈനിലൂടെ ഓരോ ടൈമിലൂടെയും മിഡിൽ ലൈനിലൂടെ പോകുന്ന കറന്റിന്റെ വാല്യൂ എന്തായിരിക്കും, നമുക്ക് കറന്റിന്റെ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും വരും. ഓക്കെ, അപ്പൊ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും, ലൈറ്റ്, പിന്നെ വേറെ കുറെ ആപ്ലിക്കൻസ് നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എങ്ങനെയാണ്, സിംഗിൾ ഫേസ് ലോഡാണ്. നമുക്ക് അറിയുന്നതാണ്, വീടുകളിലേക്കൊക്കെ നമ്മൾ സിംഗിൾ ഫേസ് ലോഡാണ് കൊടുക്കുന്നത്. എന്നാൽ ഇതിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് ആ ലോഡ് അതൊന്ന് സ്കാറ്റേർഡ് ആവുകയോ അൺബാലൻസ്ഡ് ആവുകയോ ചെയ്യുമ്പോൾ അത് ആ ഒരു ലോഡ് ഇംപിഡൻസിനെ പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് വരുത്തുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫേസ് കറന്റ്, ലോഡ് ഫേസ് വോൾട്ടേജ്, ഇതൊക്കെ നമുക്കൊരു അസിമെട്രി ആയിട്ട് നമുക്ക് വരും. റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് അങ്ങനെയായിരിക്കും കിട്ടുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഇംബാലൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് ടോട്ടലി അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് വോൾട്ടേജ് ഒന്നില്ലെങ്കിൽ ഹയർ ആയിട്ടോ അല്ലെങ്കിൽ ലോവർ ആയിട്ടോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒരു റേറ്റഡ് വോൾട്ടേജിന്റെ ഒന്നില്ലെങ്കിൽ എബോ വാല്യൂ അല്ലെങ്കിൽ ബിലോ വാല്യൂ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ലോഡിന് എന്താണ്, നോർമൽ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡിവൈസസുകൾ ഉണ്ടാവില്ലേ, അത് ചിലപ്പോൾ ഡാമേജ് ആകുന്നതിന് കാരണമാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ന്യൂട്രൽ ലൈൻ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ആ ഒരു 3 ഫേസ് വോൾട്ടേജിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ന്യൂട്രൽ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിൽ ഈ 3 ഫേസ് ലോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാലൻസ്ഡ് ലോഡായിട്ട് മാറുകയാണ്. അപ്പൊ നമുക്കൊരു ബാലൻസ്
ബാലൻസ് അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മിഡിൽ ലൈനിനെ ബാലൻസ് ചെയ്യിക്കേണ്ട ആവശ്യം നമുക്കിതിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് 3 phase 3 wire സിസ്റ്റം. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചറൽ വ്യൂ ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3 ഫേസുകളാണ് നമുക്ക് വരുന്നത് അല്ലെ, 3 phase വരുന്നുണ്ട്. അപ്പൊ 3 വയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് 3 കണക്റ്റഡ് ലോഡുകളിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 3 phase 3 wire സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു 3 phase 4 wire സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതലായിട്ടും ലോ വോൾട്ടേജ് പവർ ഗ്രിഡുകളിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെയാണ്, ഒരു സ്റ്റാർ കണക്ഷൻ ആയിരിക്കും. അതിൽ 2 വോൾട്ടേജ് വാല്യൂസ് നമുക്ക് സെയിം ടൈമിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതെന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജും ഉണ്ട്, ഫേസ് വോൾട്ടേജും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് അറ്റ് എ ടൈം അല്ലെങ്കിൽ സെയിം ടൈമിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിത് 3 phase പവർ ലോഡിലും അതുപോലെ തന്നെ സിംഗിൾ സ്പൈർ ലൈറ്റിംഗിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ലോ വോൾട്ടേജ് എന്ന് പറയുന്നത് 380 അല്ലെങ്കിൽ 220 വോൾട്ടേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊരു 3 phase AC മോട്ടറിലേക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അതിനൊരു സപ്ലൈ വോൾട്ടേജിന് 380 വോൾട്ട് ആക്കണം. പക്ഷെ നമുക്ക് ഒരു സിംഗിൾ ഫേസ് ആണ് നമ്മൾ ലൈറ്റനിങ് പവറിലേക്ക് കൊടുക്കുന്നത്. അതായത് AC മോട്ടറിലേക്ക് 380 വേണം, പക്ഷെ നമുക്ക് ലൈറ്റനിങ്ങിലേക്ക് 220 വോൾട്ട് വെച്ച്. അപ്പൊ ഒരു 3 phase ലോഡ് നമുക്ക് അസിമെട്രിക് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം കോൺസ്റ്റന്റ് എഫക്റ്റ് ആണ് ആ ഒരു ന്യൂട്രൽ ലൈൻ ഇംപെഡൻസിന്റെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അസിമെട്രിക് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഒരു വോൾട്ടേജ് ഡിസ്പ്ലേസ്മെന്റ്, ആ ഒരു ന്യൂട്രൽ പോയിന്റിൽ ഒരു വോൾട്ടേജ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ആ ഒരു വോൾട്ടേജ് ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ന്യൂട്രൽ പോയിന്റിൽ വെച്ചിട്ട് അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതാണ് 3 phase 4 wire സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3 ഫേസുകൾ വരുന്നുണ്ട്, പ്ലസ് ന്യൂട്രൽ എങ്ങനെയാണ്, നമുക്ക് ഗ്രൗണ്ടഡ് ആണ് നമ്മളത് അല്ലെ. അതാണ് ന്യൂട്രൽ ഗ്രൗണ്ടഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 3 phase 4 wire എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഫേസ് കണ്ടക്ടേഴ്സ് ഉണ്ടാകും. 3 ഫേസ് കണ്ടക്ടേഴ്സും ഒരു ന്യൂട്രൽ കണ്ടക്ടറും ഉണ്ടാകും. കോമൺലി നമ്മളൊരു സ്റ്റാർ കോൺഫിഗറേഷനിലേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 3 phase 3 wire എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും, 3 കണ്ടക്ടേഴ്സ് ഉണ്ടാകും, പക്ഷെ ഒരു ന്യൂട്രൽ കണ്ടക്ടർ ഇതിൽ ഉണ്ടാകില്ല. വിത്തൗട്ട് എ ന്യൂട്രൽ കണ്ടക്ടർ ആയിരിക്കും. കോമൺ ആയിട്ട് നമുക്ക് ഡെൽറ്റ കോൺഫിഗറേഷൻ, നമുക്ക് ബാലൻസ്ഡ് വൈ അതായത് സ്റ്റാർ കണക്ഷനിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി വോൾട്ടേജ് ലെവൽ നോക്കുകയാണെങ്കിൽ 3 phase 4 വയറിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് വോൾട്ടേജ് നമ്മൾ പറഞ്ഞു അല്ലെ. ഒന്ന് ലൈൻ ടു ലൈൻ വോൾട്ടേജും ഉണ്ട്, ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജും ഉണ്ട്. അതായത് ബിറ്റ്വീൻ ഫേസ് വയേഴ്സിന് ബിറ്റ്വീൻ ആയിട്ട് കൊടുക്കുന്ന ലൈൻ ടു ലൈൻ വോൾട്ടേജ് ഇത് ഏകദേശം ഒരു 400 വോൾട്ടേജ് ആണ്. ലൈൻ ടു ന്യൂട്രൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു 230 വോൾട്ടേജ് ആണ്. അതായത് ആ ഒരു ഫേസിനും ന്യൂട്രലിനും ബിറ്റ്വീൻ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇത് 3 ഫേസും സിംഗിൾ ഫേസ് ലോഡുകളിലേക്ക് നമുക്ക് ഈ പറയുന്ന 3 phase 4 വയർ കണക്ഷൻ കൊടുക്കാൻ പറ്റും. എന്നാൽ 3 phase 3 wire എന്ന് പറയുന്നത് നമുക്ക് ലൈൻ ടു ലൈൻ വോൾട്ടേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമുക്ക് പ്യുവർലി 3 phase ലോഡുകൾക്ക് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. മോട്ടോർ, ഇൻഡസ്ട്രിയൽ മെഷീനറികൾ, അതിലൊക്കെ മാത്രമേ ഈ പറയുന്ന 3 phase 3 wire സിസ്റ്റം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതൊരു മിക്സ്ഡ് ലോഡുകളിലേക്ക് പറ്റും അല്ലെ. 3 phase 4 wire എന്ന് പറയുന്നത് 3 phase മോട്ടോഴ്സുകളിലേക്കും പറ്റും, സിംഗിൾ ഫേസ് മോട്ടോറുകളിലേക്കും പറ്റും. കോമൺ ആയിട്ട് നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിൽ, കൊമേഴ്ഷ്യൽ പർപ്പസുകളിൽ, ലൈറ്റ് ഇൻഡസ്ട്രിയൽ സെറ്റപ്പുകൾ വരില്ലേ, അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന 3 phase 4 wire യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ 3 phase 3 wire എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് 3 phase ലോഡുകളിലേക്ക് മാത്രമേ പറ്റുള്ളൂ. ഹെവി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്രൽ ആവശ്യമില്ലാത്തതിൽ നമുക്ക് ഈ പറയുന്ന 3 phase 3 wire സിസ്റ്റം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ന്യൂട്രൽ വയർ ആണ് അല്ലെ. ന്യൂട്രൽ വയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 3 phase 4 വയറിൽ നമുക്ക് ഒരു ന്യൂട്രൽ വയർ ഉണ്ട്, നമ്മൾ പറഞ്ഞു അതിലൊരു ന്യൂട്രൽ വയർ നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അൺബാലൻസ്ഡ് കറന്റുകൾക്കുള്ള ഒരു റിട്ടേൺ പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ഒക്കെ കറക്റ്റ് എഫക്റ്റീവ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ന്യൂട്രൽ വയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ സേഫ്റ്റി റിസ്കുകൾ, ഒരു അൺബാലൻസ്ഡ് സിസ്റ്റത്തിൽ വരുന്ന പൊട്ടൻഷ്യൽ സേഫ്റ്റി റിസ്കുകളൊക്കെ നമുക്ക് മാക്സിമം റിഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ന്യൂട്രൽ വയർ നമ്മളെ 3 phase 4 wire സിസ്റ്റത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ 3 phase 3 wire സിസ്റ്റത്തിൽ നമുക്ക് അറിയാം there is no neutral wire ആണ് അല്ലെ. അപ്പൊ ബാലൻസ്ഡ് ലോഡ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു വോൾട്ടേജ് ഇംബാലൻസുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു ബാലൻസ്ഡ് ലോഡ് ആണ് നമുക്ക് ഈ ഒരു 3 phase 3 wire സിസ്റ്റത്തിലേക്ക് വേണ്ടത്. ഇനി കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 3 phase 4 wire എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എക്സ്ട്രാ കണ്ടക്ടർ വരുന്നുണ്ട് അല്ലെ. ന്യൂട്രൽ വയറിൽ ഒരു കണ്ടക്ടർ വരുന്നതുകൊണ്ട് കോസ്റ്റ് കൂടുതലാണ്. അതേപോലെ തന്നെ ഒരു കോംപ്ലക്സ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് വരുന്നത്. ട്രാൻസ്ഫോമേഴ്സ് വരുന്നുണ്ട്, വയറിങ്സ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു കോംപ്ലക്സ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ്ലി എന്താണ്, വയേഴ്സും കുറവാണ്, അതുപോലെ തന്നെ കോസ്റ്റും കുറവാണ്. കാരണം നമുക്ക് ന്യൂട്രൽ കണ്ടക്ടേഴ്സിന്റെ ആവശ്യം വരുന്നില്ല. കുറച്ച് ഈസി ആയിട്ട് നമ്മൾ 3 phase 4 വയറിനെ കമ്പയർ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇൻസ്റ്റലേഷൻ എല്ലാം നമുക്ക് സാധിക്കും ഇതിൽ. ഓക്കെ, ഇനി ഗ്രൗണ്ടിങ് നോക്കുകയാണെങ്കിൽ ഒരു 3 phase 4 വയറിൽ ന്യൂട്രൽ വയർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, വോൾട്ടേജിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിനും
സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു എക്യുപ്മെന്റിൽ ഉണ്ടാകുന്ന ഒരു ഓവർ വോൾട്ടേജ് ഇമ്പാക്റ്റുകൾ വരുന്നില്ലേ, അതൊക്കെ നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു 3 phase 4 വയറിൽ നമുക്ക് ഗ്രൗണ്ടിങ്, ആ ഒരു ന്യൂട്രൽ വയർ ഗ്രൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു 3 phase 3 വയറിൽ ഗ്രൗണ്ടിങ് നമുക്ക് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു ഫേസ് വയർ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഗ്രൗണ്ടിങ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഗ്രൗണ്ടിങ് നമുക്ക് ഇതിൽ സാധ്യമാവുന്നത്. ഓക്കെ, ഇനി പവർ ക്വാളിറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 3 phase 4 വയറിൽ നമുക്ക് ഒരു അൺബാലൻസ്ഡ് ലോഡുകളെ നമുക്ക് ഈസി ആയിട്ട്, കാരണം ഒരു ന്യൂട്രൽ ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു മിക്സ്ഡ് ലോഡ് സിനാരിയോയിൽ കൂടി നമുക്കൊരു പവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു 3 phase 4 വയർ സിസ്റ്റം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ 3 phase 3 വയർ സിസ്റ്റം നമുക്ക് ബാലൻസ്ഡ് ലോഡുകളിൽ മാത്രമാണ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. എന്നാൽ അൺബാലൻസ്ഡ് ലോഡിലാണെങ്കിൽ നമുക്ക് ഒരു വോൾട്ടേജ് ഡ്രോപ്സുകളോ ഡിസ്റ്റോർഷൻസോ ഒക്കെ വരുന്നതിന് കാരണമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു കമ്പാരിസൺ 3 phase 4 വയർ വോൾട്ടേജും 4 വയേഴ്സും അതുപോലെ തന്നെ 3 phase 3 വയറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു AC പവർ സപ്ലൈ സ്കീംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതായത് സിംഗിൾ ഫേസ് 3 phase ഒരു കമ്പാരിസൺ നോക്കി, അതേപോലെ തന്നെ 3 phaseൽ വരുന്ന 3 വയറും അതുപോലെ തന്നെ 4 വയർ സിസ്റ്റം തമ്മിലുള്ള ഒരു കംപ്ലീറ്റ് കമ്പാരിസൺ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.